രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറയാതെയാണ് ചന്തു അത്രയും വെച്ച് അയാളുടെ അച്ഛനാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. ഒരു 10 മിനിറ്റും കൂടെയാണ് അയാളുടെ അച്ഛനെ അതുപോലെ കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ വെറുതെ വെച്ച കൂടുതൽ അതിനു മുമ്പ് 10 മിനിറ്റ് ഒരു പേഴ്സണൽ സ്ഥലത്ത് നിന്നത് കാണാൻ അവസരം കൊടുക്കാത്ത അവസ്ഥകൾ ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് പറയുന്നു. ഈ മനുഷ്യന് സ്വകാര്യത എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണഘടനാ അവകാശമാണ്. ആ സ്വകാര്യതയിലേക്കുള്ള ലംഘനം അല്ലെങ്കിൽ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം അതിന്റെ എല്ലാ അതിർവരമ്പുകളും ലഭിച്ച ഒരു കാഴ്ചയാണ് സഞ്ജിമേട്ടന്റെ മാനവെടുത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് സഹപ്രവർത്തകയായിരുന്ന സുബി മരിച്ച സമയത്തും നവാസത്ത മരിച്ച സമയത്തും എല്ലാം ഇത് പലതരത്തിൽ സഹപ്രവർത്തകരായ ഞങ്ങൾ ബന്ധുമിത്രാദികളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും സഞ്ജിമേട്ടൻ മരിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ എല്ലാ സീമകളെയും ലംഘിച്ചിട്ടുള്ള ഒരു കടന്നുകയറ്റമായിരുന്നു. അതില് എല്ലാ ജോലിയും അത് അറിയിക്കുന്ന മാന്യതയോടുകൂടി മര്യാദയോടുകൂടി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവര് ഞാൻ ഈ പറയുന്നത് പൂർണ്ണമായും നഷ്ടപ്പെട്ടതാണ്. അവരെ പറ്റി എല്ലാം ഞാൻ പറയുന്നത്. ഒരു സെറ്റ് മൊബൈൽ മാധ്യമ പ്രവർത്തകരാണ്. ഒപ്പം തന്നെ കാഴ്ചക്കാരായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകരൊന്നുമല്ല. എല്ലാവർക്കും കാണുന്ന എല്ലാ കാര്യങ്ങളും എന്തോ ഷൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെന്ന് കൂടി എത്തുകയാണ് ഇന്നലെ സംഭവം ഉണ്ടാകുന്നത്. സലിമേട്ടന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുഴുവൻ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ചന്തു. ഇന്നലെ സന്ധ്യ കഴിഞ്ഞ് ചടങ്ങ് കഴിഞ്ഞ് ചില കത്തിക്കഴിഞ്ഞ ശേഷം മുറിയിലെത്തിയപ്പോൾ ചന്തു എനിക്ക് ചോദിച്ചു, ചേട്ടാ ഞാൻ അങ്ങനെ ഒച്ചയെടുത്തത് മോശമായി പോയോ എന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹത്തോട് ഇല്ല, മറ്റൊരു വഴിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം സനിവേട്ടൻ തന്നെ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഞാൻ ഇതിന് ശേഷം വന്ന് നിങ്ങളെ അങ്ങനെയെങ്കിലും ഉപദ്രവിക്കൊന്നുമില്ല, അപ്പോൾ എനിക്ക് ചടങ്ങുകളൊന്നും വേണ്ട. അവിടെ അങ്ങനെ ഒരു മരണാനന്തര ചടങ്ങുകൾ എന്നുള്ളത് നമ്മൾ നടത്തുന്ന ഒരു വിധത്തിൽപ്പെട്ട മതപരമായ ചടങ്ങുകളും അവിടെ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് പോലീസിന്റെ ഒരു ചടങ്ങാണ്. ആ പോലീസിന്റെ ചടങ്ങിന് ആ ഇരിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഇതിന് ചുറ്റും ആളുകൾ കൂടി നിൽക്കുകയും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാവുന്ന ഒരു സാധാരണക്കാരെ പോലെ നിന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളൊന്നും മാറുന്നില്ല, അവരിൽ നിന്ന് ഈ ചടങ്ങ് നടത്തിക്കോട്ടെ എന്ന് അവിടുത്തെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തൊട്ട് ഞങ്ങൾ ഉൾപ്പെടെ മരിച്ചു കിടക്കുന്ന ആളുടെ മകൻ ഉൾപ്പെടെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരാളും പോലും അത് അനുസരിക്കാതെ അല്ലെങ്കിൽ ഒരു മാന്യത കാണിക്കാതെ അവിടെ പിന്നിക്കൂടിയതുകൊണ്ടുണ്ടായിരുന്ന ഒരു ഔട്ട്ബേസ്റ്റ് ആയിരുന്നു ചെറുപ്പം സംബന്ധിച്ചിടത്തോളം. അത് ആ നിമിഷത്തിൽ തുടങ്ങിയതല്ല, അതിന് മുമ്പോട്ട് തന്നെ ഇവ ഞങ്ങള് സലിമേട്ടന്റെ ശരീരം അവിടെ എത്തിച്ച ശേഷം ഫ്രീസറോട് കൂടി എടുത്തിട്ടാണ് ഹോളിനകത്ത് കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരുമ്പോൾ ഇത്രയും വെയിറ്റുള്ള സാധനം 6 പേര് എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഈ ഫ്രീസറിനൊക്കെ വലിയ കനമാണ്. അതിന് ചുറ്റും മൊബൈലുമായിട്ട് വളരെ പതുക്കെ അടിച്ചത് കയ്യിൽ വെച്ചുകൊണ്ട് ഒരു 10 പ്രാവശ്യം വെച്ച് പ്ലീസ് സ്പീഡിൽ നടക്കണം, നിങ്ങൾ മാറുമെന്ന് പറഞ്ഞിട്ട് പോലും ചെയ്യാതിരിക്കുന്നത് വളരെ വേദനാജനകമാണ്. എല്ലാ മര്യാദകളുടെയും അപ്പുറമാണ്. ഒപ്പം ഈ ഒരു സന്ദർഭം കണക്കാക്കിക്കൊണ്ട് പറയണം, നമ്മള് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞാനോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരോ സിനിമാ പ്രവർത്തകരോ ആരോ ആയിക്കോട്ടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവരെ ഇഷ്ടംപോലെ ആളുകൾ ഷൂട്ട് ചെയ്യുന്നതിലൊന്നും യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. ജനാധിപത്യത്തിന്റെ ഒരു 4ാം തൂൺ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ ഞങ്ങളെക്കാളൊക്കെ വലിയ അവകാശങ്ങളും ജനങ്ങളുടെയും നേതാക്കളുടെയും ഇടയിൽ നിൽക്കുന്നതുമായിട്ടുള്ള ഒരു വിഭാഗമാണ് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത്. അതിൽ ജേർണലിസം പഠിച്ച് പാസ്സായിട്ടുള്ള ആളുകൾ, മാധ്യമപ്രവർത്തകത്തെ വളരെ ഗൗരവമായി കാണുന്ന ആളുകൾ, അതിൽ ലൈസൻസ് ഉള്ള ആളുകൾ ഇവിടെ തന്നെ ഇത് പോയിട്ട് ഒരു ബന്ധപ്പെട്ട ലൈസൻസും ഇല്ലാതെ നമ്മുടെ സ്വകാര്യമായ നിമിഷങ്ങൾ നമ്മളൊരു ഫാമിലിയായിട്ട് അത് ഇതിന്റെ ഒരു ആഗ്രഹം പറയണമെങ്കിൽ ഇത് നിങ്ങൾക്കാണ് സംഭവിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മരണത്തിന്റെ കാര്യം വിട്ടേക്കാം. നമ്മള് ഞാനോ എന്റെ ഭാര്യയോ അല്ലെങ്കിൽ മറ്റൊരാളോ എന്റെ ഭാര്യയോ മകളോ ഒക്കെ ഉൾപ്പെടെ ഒരു ഹോസ്പിറ്റലിൽ പോയാലോ ഒരു ക്ഷേത്രത്തിൽ പോയാലോ ഒരു സിനിമയ്ക്ക് പോയാലോ ഇല്ല അവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്യുകയും അതിനുശേഷം അനാവശ്യമായ ക്യാപ്ഷൻ എടുത്തുകൊണ്ട് ഇയാളുടെ ഭാര്യ എന്ത് സിമ്പിളാണെന്ന് നോക്കി, അച്ഛന്റെ കൂടെ ഫോട്ടോ എടുക്കുന്നു, നോക്കിയിരിക്കുന്ന മകളെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യ, കുഞ്ഞുങ്ങൾ ഇവരെല്ലാവരെയും പബ്ലിക്കായിട്ട് ആൾക്കാരെ കൊണ്ട് ചീത്തവിളി കേൾപ്പിക്കുക. അവർ പിറ്റേന്ന് സ്കൂളിൽ പോകുമ്പോൾ അവരുടെ കൂട്ടുകാരെന്താണ് അങ്ങനെ ചെയ്തതെന്ന് മക്കളോട് ചോദിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ മനുഷ്യന് ക്യാമറകളിൽ നിന്ന് മാറി സ്വകാര്യത എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യം, സ്വകാര്യതയില്ല പബ്ലിക്കായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ പോകും, പക്ഷെ അതുപോലും അനുവദിക്കാത്ത രീതിയിലുള്ള ഈ ഒരു പ്രവർത്തനത്തെ ലൈസൻസ് ആയിട്ടുള്ള ആൾക്കാരല്ലാത്ത ആളുകളുടെ പ്രവർത്തനത്തെ കൂടി ലൈസൻസ് ഉള്ള ആളുകളെ കൂടി ഇതിന് ബാധിക്കുന്നുണ്ട്. കാരണം മൊബൈൽ ക്യാമറ വന്നിട്ട് നിങ്ങളുടെയൊക്കെ ലൈസൻസ് ഉള്ള ചാനലുകളുടെ ക്യാമറയ്ക്ക് നല്ലൊരു കാര്യം കിട്ടുന്ന പോലും ഇല്ലാത്ത രീതിയിൽ മുന്നിൽ ക്യാമറ ആയിട്ട് വരികയാണ്. അപ്പൊ അതിനെതിരെ
ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായാലും കുഴപ്പമില്ല, അതിനെതിരെ നിയമനിർമ്മാണം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. എങ്കിലും സ്വകാര്യതയിൽ കടന്നു വരുന്ന എല്ലാവരും അവസാനിപ്പിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്, ഒരു വിഷമം പറച്ചിലും ഒരു അഭ്യർത്ഥനയുമായി പറയാനുള്ളത്. സിനിമ പ്രൊമോഷന് സിനിമ പ്രൊമോഷൻ ചില നടന്മാരുടെ അവരുടെയൊക്കെ പ്രൊമോഷനൊക്കെ ആയിരിക്കും. പക്ഷെ അതല്ല ഇത്ര വലിയ രീതിയിൽ അവർ തടച്ചു വളരുകയും എല്ലാം നടക്കുന്നില്ല. കൊച്ചി പോലുള്ള സിറ്റിയിലൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഈ സിനിമ മേഖലയിലുള്ള ആളുകൾ കൂടി ഇതിനെ ഒന്ന് വളം വെച്ചു കൊടുത്തെന്ന് പറയുന്നത് അല്ല, പ്രൊമോഷൻ ഉപയോഗിക്കുന്നത് ഒരു വളം വെക്കലല്ലോ, അത് ഇതിനുള്ള സ്വാതന്ത്ര്യമല്ലല്ലോ. നമ്മള് ടാക്സ് പിടിക്കുന്നുണ്ട് എന്ന കാരണം ടാക്സ് കൊണ്ട് നമ്മൾ ഇടിക്കാൻ പാടില്ല. ആവശ്യത്തിന് അവർ പ്രതിഫലമായി പണം മേടിച്ചുകൊണ്ട് പ്രൊമോഷന് ഉപയോഗിക്കുന്നതും ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു വരുന്നതിൽ വലിയ വ്യത്യാസമില്ല. പ്രൊമോഷൻ രണ്ടാണല്ലോ. സത്യത്തിൽ ഈ ദൃശ്യങ്ങളാണ് ഒരു പ്രൊമോഷനായിട്ട് ഉപയോഗിക്കുന്നത്. ഏത് സന്ദേശങ്ങൾ സിനിമാക്കാരുടെ ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ ഈ സിനിമ പൊതുപരിപാടികളാണ്. വിവേചനത്തെ വേണമെന്നാണ് അഭ്യർത്ഥ. സിനിമാ പ്രൊമോഷൻ പൊതുപരിപാടിയാണ്. സിനിമയുടെ തിയേറ്ററിൽ വരുന്നതോ ഒരു മാളിൽ അതിന്റെ ലോഞ്ചിൽ വരുന്നതോ പൊതുപരിപാടികൾ പ്രശ്നം പറഞ്ഞില്ലല്ലോ. പൊതുപരിപാടികളിൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മാധ്യമങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും ഇഴചേർത്ത് കിടക്കുന്നതാണ്. പൊതുപരിപാടികൾ ആവശ്യത്തിന് എടുത്തോളും, ആവശ്യത്തിന് അവര് ഷൂട്ട് ചെയ്തോട്ടെ. അതിനൊന്നും ആരും ഇന്നേ വരെ ഏതൊരു പ്രൊമോഷൻ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞ ആരെങ്കിലും പരാതി പറഞ്ഞു. പക്ഷെ അതിലെ ഇവരുടെ ഏറ്റവും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രധാന വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ സിനിമയെ ബന്ധപ്പെട്ട പ്രൊമോഷനാണ്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ഇവരെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് ഇവരെ ഏതെങ്കിലും തരത്തിൽ തടയിടാനോ കഴിയുന്ന നിങ്ങൾക്ക് തന്നെയല്ലേ അവരുടെ ടാക്സസ്. ഇവരുടെ പ്രധാന വരുമാനം മാത്രമല്ല, നമ്മൾ സിനിമ പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നുണ്ട്, സിനിമ ഓഡിയൻസ് വയ്ക്കുന്നുണ്ട്. സിനിമയുടെ ഒരു പ്രൊമോഷൻ ചെയ്യുക എന്ന് പറയുന്നത് പല മാധ്യമങ്ങളിലൂടെ ചെയ്യുന്നുണ്ട്. അത് അവരുടെ പ്രധാന വരുമാനമാണ്. അതൊന്നും ഈ ചെയ്യുന്നതിനെ ന്യായീകരിക്കുന്നത്, ഈ ചെയ്യുന്നതിനുള്ള ലൈസൻസ് അല്ല. നിങ്ങളൊക്കെ മാധ്യമങ്ങളല്ലേ, നിങ്ങൾ ചെയ്യുന്നില്ലേ, നിങ്ങൾ സിനിമ പ്രൊമോഷൻ വാങ്ങുന്നില്ലേ, പത്രങ്ങളിൽ വാങ്ങുന്നില്ലേ? പ്രൊമോഷൻ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അവർ പ്രതിഫലമായി പണം വാങ്ങിക്കുന്നു, അതിന്റെ ഇന്റർവ്യൂ ഷൂട്ട് ചെയ്യുന്നു, അവരവിടെ ഇറങ്ങുന്നത് ഷൂട്ട് ചെയ്യുന്നു. അതിനെപ്പറ്റി ഒരു പരാതി പറഞ്ഞിട്ടേ ഇല്ലല്ലോ. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ കുടുംബത്തിന് കർമ്മം ചെയ്യാൻ അനുവദിക്കാതെ ഷൂട്ട് ചെയ്യുക, ഒരാളുടെ വിവാഹമായിട്ടുള്ള വ്യക്തിപരമായി ഒരാളുടെ വീടിന്റെ കോമ്പൗണ്ടിനകത്ത് അയാളുടെ കുടുംബം ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ മനസ്സിലൊരു കല്ലെടുത്ത് വെച്ചുകൊണ്ട് നൂറുകണക്കിന് ആൾക്കാർ നിൽക്കുമ്പോൾ അത് ഷൂട്ട് ചെയ്ത് മ്യൂസിക്കിന്റെ ക്യാപ്ഷൻ ഇടുന്നതും ചെയ്യേണ്ടെന്നല്ല പറഞ്ഞു. അതിനൊരു മര്യാദ കാണിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഫാമിലി സ്പേസിലേക്ക് കടന്നു വരുമ്പോൾ അതോടൊപ്പം തന്നെ വൾഗറായിട്ട്, പ്രത്യേകിച്ച് ഈ സ്ത്രീകൾ നടിമാരൊക്കെ വൾഗറായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിനിമാ മേഖലയിലുള്ള ആളുകൾ, ഈ സംഘടനകൾ തന്നെ ഏത് രീതിയിൽ നിങ്ങൾ പോകരുതെന്ന് അവരോട് പറയുന്നത്, കാരണം അവരുമായിട്ട് ബന്ധമുണ്ടാവും, അവർക്ക് പൈസ കൊടുത്തിട വേണ്ട. ഞാനത് മുഖ്യമന്ത്രി പറഞ്ഞത് പറഞ്ഞു. സിനിമാ സംഘടനകൾ എന്നോട് പറയുന്നത് എവിടെയാണ്? ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു സാധാരണക്കാരെ പോലെ അവിടെ നിന്ന് ദയവ് ചെയ്ത് ഇവരുടെ കുടുംബത്തിൽ ചെയ്തോട്ടെ എന്നാണ് എനിക്കോട് പറഞ്ഞിട്ട് പറ്റുന്നില്ലല്ലോ. സംഘടനകൾ എന്താണ്? ഇത് ഞാൻ സംഘടനകളാണ്, ഞാനിത് ആവശ്യപ്പെടുകയാണ്. ഇതൊരു റിക്വസ്റ്റ് ആണ്. ഒരു തൊഴിൽ ഒരാൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മീഡിയ ചെയ്യുന്ന ഒരു തൊഴിൽ ചെയ്യേണ്ട എന്നല്ല പറയുന്നത്. ആ തൊഴിൽ ചെയ്യുന്നതിന് കാരണം ഇവരൊന്നും നിങ്ങളെ ഒരു എക്സ്പീരിയൻസിലോ ട്രെയിൻഡ് ആയ ആളുകളോ അല്ലെങ്കിൽ ജേർണലിസം എന്താണെന്ന് പഠിച്ചവരോ ഒന്നുമല്ല ഭൂരിപക്ഷം. അവര് കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. അവർക്ക് കണ്ണിൽ കാണുന്നത് എന്തും ചിലപ്പോൾ കണ്ടന്റായിട്ട് തോന്നുന്നുണ്ടാകാം. അതിനകത്ത് മനുഷ്യന്റെ കാര്യങ്ങളിൽ ഞാനതാ സുബി മരിച്ചുകൊണ്ട കാര്യം, നവാസിക്കയുടെ കാര്യം ഇതൊക്കെ പറയും. നമ്മളവിടെ ഉണ്ടായിരുന്ന ആളാണ്. നമുക്ക് രാവിലെ ഉച്ച വരെ നിരന്തരം ആദ്യം ഹോളിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ വെച്ച ഫ്രീസർ നേരെ ഒന്ന് തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തിരിക്കാൻ പോലും പറ്റാത്ത രീതിയിലൊരു ഷൂട്ട് ചെയ്തതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ സിനിമ പ്രൊമോഷനിലൂടെ കിട്ടുന്ന അംഗീകാരം, പിന്തുണ, അതാണ് അതിന്റെ മിസ്യൂസ് ചെയ്യുന്നത്. അല്ല അതെങ്ങനെ സിനിമ അമ്മയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ജനബോഡി യോഗത്തിനാണ് നിങ്ങളൊരു ഓൺലൈൻ ചാനലിലാണ് അമ്മ അത് എടുക്കാൻ സ്വാഭാവികമായിട്ട് ആ പെർമിഷനും അംഗീകാരമാണ് അവർ ഇത്തരം കാര്യങ്ങൾ മിസ്യൂസ് ചെയ്യുന്നത്. ആ പെർമിഷൻ അംഗീകാരവും മിസ്യൂസ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടെന്ന് നിങ്ങൾ പറഞ്ഞത് സ്വാഭാവികം. അതുവഴി കിട്ടുന്ന പിന്തുണ അംഗീകാരമാണ്. അതെ, അവരെ നിയന്ത്രിക്കേണ്ടത് സിനിമാക്കാരെ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയാണ് അവരെ അമ്മയുടെ മീറ്റിംഗിനകത്ത് പോലും മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കാറില്ല. ഇല്ല, ഓൺലൈൻ ബ്ലോഗേഴ്സിനെയും അതേപോലെ തന്നെ മീഡിയാസിനെ മാത്രമാണ് അവിടെ പ്രവേശിപ്പിക്കുന്നത്. അവരാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ, അതായത് MLA ഇവിടെ മത്സരിക്കുമ്പോൾ ഈ മണ്ഡലത്തിലടക്കം വന്നിട്ടുണ്ട്. അപ്പൊ അത്തരം ആളുകളെ നിയന്ത്രിക്കാനുള്ള ഒരു തീരുമാനം താരസംഘടനയായ അമ്മ എടുക്കും. നമ്മളെല്ലാം നമ്മള് നിയന്ത്രിക്കുന്നുണ്ടല്ലോ. നമ്മള് അമ്മ സംഘടന ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന്
അതിന്റെ ഷൂട്ടിന് റൈറ്റ്സ് കൊടുത്ത് പ്രതിഫലമായി പണം മേടിച്ചിട്ടാണ് ഒരാളെ അകത്ത് കയറ്റുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് ആ പണം അമ്മയുടെ അകത്തുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. അതിനൊരു റീച്ച് ഉള്ളതാണ്. ഈ റീച്ച് ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്തതാണല്ലോ നമ്മൾ ഈ പറഞ്ഞ സംഭവം. ആ റീച്ചിനെ കുറിച്ച് ബോധ്യമുള്ള ആളുകൾ അതിന് പ്രതിഫലമായി പണം വാങ്ങിക്കുന്ന ഒരാൾ ആ ടോട്ടൽ ഇത് ഷോ കൊടുക്കുന്നത് പോലെ കൊടുക്കുന്നതാണ് ഈ സാധനം. മീറ്റിംഗിന്റെ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ആരെയും കേൾക്കുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ വർഷം കഴിക്കാൻ പോകുന്നതോ അവിടെ ആളുകൾ നടക്കുന്നതോ എടുക്കുന്നതോ എടുക്കാൻ പ്രതിഫലമായി പണം കഴിച്ചു കൊടുക്കുന്നു. അത് സ്വാഭാവികമായി അവർ ദുരുപയോഗം ചെയ്യുന്നത് പറയുന്നത് അത്തരം ആളുകളാണ് ഈ മേഖലയിലേക്ക്, അതായത് എന്താണ് ഇവിടെ നടക്കുന്ന സംഭവം അല്ലെങ്കിൽ ആ ലൊക്കേഷനിൽ അടക്കം എന്താണ് അവിടെയുള്ള സാഹചര്യം എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. നേരത്തെ അങ്ങനെ പറഞ്ഞല്ലോ, അത്തരം ആളുകളാണ് ഇത് മിസ്യൂസ് ചെയ്യുന്നത്. അല്ല, ഞാൻ അങ്ങനെ ബിസിനസ് ചെയ്യരുതെന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. ബിസിനസ് എന്നുള്ള വാക്കാണല്ലോ പറഞ്ഞത്. നമ്മളൊരു സാധനത്തിനെ നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നു. ഈ ഒരാള് കത്തി എടുത്ത് കുത്തി തന്നു കഴിയുമ്പോൾ അയാൾ ആ കത്തി വെച്ച് പണ്ട് കട്ടം മുല്യം ഉപയോഗിക്കുന്നു പറഞ്ഞതുപോലെ നിങ്ങൾ പറയുന്നത് അതിന്റെ യഥാർത്ഥ ഉപയോഗത്തെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഉപയോഗിക്കണം. ഇതെല്ലാം ഓർമ്മപ്പെടുന്നുണ്ടല്ലോ. എല്ലായിടത്തും ഉപയോഗിച്ചോട്ടെ, ഉപയോഗിക്കുന്നതിന് തെറ്റില്ല. മരിച്ച വീട്, കല്യാണങ്ങൾ, മനുഷ്യൻ വേദനിച്ചിരിക്കുന്ന സ്ഥലങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ പ്രമോഷനോ അമ്മയുടെ മീറ്റിങ്ങോ സിനിമയിൽ ഒരാൾ ഇടപെട്ട് നിൽക്കുന്നവരൊക്കെ ഇതെല്ലാം മാധ്യമങ്ങൾ അങ്ങോട്ടും ഉപയോഗിക്കുന്നുണ്ട്. സിനിമ ഒരു മാധ്യമമാണ്, മറ്റു മാധ്യമങ്ങളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, എല്ലാ മാധ്യമങ്ങളും അങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. അതൊരു സിനിമാ നടന്റെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളിലേക്ക് പിടിച്ചു കയറാനുള്ള സ്വാതന്ത്ര്യമല്ല എന്ന് ഞാൻ അല്ല, ഈ സിനിമ നടന്മാരുടെ വ്യക്തി ജീവിതത്തിലേക്കും അതോടൊപ്പം തന്നെ ഈ മരണ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് പ്രമോഷൻ തരില്ല എന്നുള്ളത് അമ്മയ്ക്കോ ഇല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ സംഘടനകൾക്ക് പറയാൻ കഴിയും. അതെങ്ങനെ പറയാൻ കഴിയുന്നത്? സിനിമയുടെ നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കോംപ്ലിമെന്റ് കാര്യമില്ല. നമ്മൾ ആർക്കാണ് പ്രൊമോഷൻ തരുന്നത് പറയുന്നത്? അവിടെ ഒരു 2000 പേരോട് നിൽക്കുന്നുണ്ടാവും. നമ്മൾ ഇതിൽ ആരോടാണ് നിങ്ങൾക്ക് ഇത്രയും പേർക്ക് ഇനി പ്രൊമോഷൻ നമുക്ക് തരാൻ പറ്റില്ലെന്ന് പറയുന്നത്? സർ, പ്രൊമോഷൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞതുപോലെ പൈസ കൊടുക്കുമ്പോൾ അവർ പ്രതിഫലം വാങ്ങി ചെയ്യുന്നത്. അത് അതിന്റെ പർപ്പസ് സേവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇതിന് നമ്മൾ നിങ്ങൾക്ക് ആർക്കും പ്രൊമോഷൻ തരില്ല എന്ന് പറയാൻ പറ്റില്ല. അടുത്ത തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിനിമാ നടന്മാരുടെ മാത്രം പ്രശ്നമല്ലെന്ന്. ഇത് രാഷ്ട്രീയക്കാരുടെ വ്യക്തി ജീവിതത്തിലും സ്പോർട്സുകാരത്തിന്റെ വ്യക്തി ജീവിതത്തിലും പ്രശസ്തരായ എല്ലാവരുടെയും വ്യക്തി ജീവിതത്തിലും കാര്യമുണ്ട്. ഇത് അമ്മ എന്ന് പറയുന്ന സംഘടനയും സിനിമാക്കാരുടെ കരുതുന്ന കാര്യം ഇന്നലെ സലീമേട്ടൻ ആയതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. ഇത് മറ്റു ഉമ്മൻചാണ്ടി സാർ മരിച്ച ദിവസവും ഇതുണ്ടായിരുന്നു. രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. സ്പോർട്സിലെ ഏതെങ്കിലും ഒരു താരം മരിച്ചാലും ഇതുണ്ടാവും. ഇതൊരു ഒന്ന് നിയമം കൂടെ ഒക്കെ നമുക്ക് ഇത് കൊണ്ടുവന്നാലും ഇതൊരു അവനവന്റെ ആത്മബോധത്തിന്റെ കാര്യത്തിൽ ഒരാൾ നമ്മളിങ്ങനെ 10 പേരെന്ന് പറയുമ്പോൾ കുറച്ചു പേരെങ്കിലും ഇരുന്നൊരു 4 പേരെങ്കിലും ഇത് മനസ്സിലാക്കിയും മാറുകയും അല്ലാതെ നമ്മളെങ്ങനെയാണ് നമ്മളെല്ലാവരെയും അടച്ചിട്ട് ഇത്രയും പേര് 5000 പേരോട് കൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരോടൊക്കെ നമ്മൾ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറയാതെയാണ് ചന്തു അത്രയും വെച്ച് അയാളുടെ അച്ഛനാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. ഒരു 10 മിനിറ്റും കൂടിയാണ് അയാൾക്ക് അച്ഛനെ അതുപോലെ കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ വെറുതെ വെച്ച 100. അതിനു മുമ്പ് ഒരു 10 മിനിറ്റ് ഒരു പേഴ്സണൽ സ്ഥലത്ത് നിന്നത് കാണാൻ അവസരം കൊടുക്കാത്ത അവസ്ഥകൾ ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് പറയുന്നു. ഈ പ്രസ്ഥാനങ്ങളെല്ലാം നിർത്തണമെന്നും ഓൺലൈൻ മാധ്യമങ്ങൾ നിർത്തണമെന്നും ഒന്നുമല്ല പറയുന്നത്. ഇതൊരു വിവേചന ബുദ്ധിയുടെ സ്ഥലം ഇതിനകത്തുണ്ട്. അത് നമുക്ക് പറയാം. ഇതുപോലെ ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യാം. കടന്നു വരുന്നു എന്ന് പറയുന്നവർക്ക് പരാതി കൊടുത്താൽ ആർക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ളതല്ലാതെ ഇത് തടയാൻ എന്തെങ്കിലും പരിഗണിക്കുന്നത്